പതിവില്ലാണ്ട് ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ഒരു മെസ്സേജ് കണ്ട് ഇന്ന് ഞങ്ങളുടെ ഏരിയയിൽ കറണ്ട് കട്ടാവും ഈവനിങ് 5:30-6 മണിക്കേ വരുള്ളൂ എന്ന്. അത് കേട്ട പാതി ഞാൻ ഫസ്റ്റ് തന്നെ അലക്കാനൊക്കെ ഇട്ട് അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് അത് നാസ്തയും കൊടുത്ത് തൊട്ടടുത്ത് നിന്ന് എൻ്റെ പണി ഒതുക്കിക്കൊണ്ടിരുന്നു. പിന്നെ എനിക്ക് ഒരു ഗ്ലാസ് ചായയൊക്കെ കൊടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇരുത്തി. വിശേഷം പറഞ്ഞില്ല, കറണ്ട് പോയി. പക്ഷെ അപ്പം തന്നെ വന്നിട്ട് ഞങ്ങൾ ശരിക്കും ചമ്മിപ്പോയി. ഇന്ന് ഇത്ര തിരക്ക് പിടിച്ച് ഞാൻ പണിയൊക്കെ ഒതുക്കണത് കറണ്ട് കട്ട് മാത്രമല്ല, സ്കൂളിൽ നിന്ന് ഓപ്പൺ ഹൗസ് കൂടി ഉണ്ട്. എനിക്കുണ്ടല്ല പുറത്തെവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെയും കിച്ചണിൽ കയറണ കാര്യം ഓർത്താൽ ഭയങ്കര മടിയാണ് മെയിൻ പ്രശ്നം. ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായി, സെറിൻ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. കുക്ക് ചെയ്യില്ല, പക്ഷെ എന്നെ ഹെൽപ്പ് ചെയ്യും. ഒറ്റയ്ക്കൊന്നും ചെയ്യാനുള്ള പരുവത്തിലൊന്നും എനിക്ക് ആയിട്ടില്ല. അപ്പോൾ ഇന്ന് വീട്ടിൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കണത്. ഇതെൻ്റെ ഉമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. സവാള, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ വയറ്റിയിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല ഇതെല്ലാം ഇട്ടിട്ട് നേരിയ തീയിൽ കുറച്ച് നേരം വെക്കണം കേട്ടോ. ആ ടൈമിൽ ഞാൻ ഇവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഞാൻ പറഞ്ഞില്ലേ, ടൈം കൺസ്യൂം ചെയ്താൽ കുക്ക് ചെയ്യണത് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ കറി വെക്കണതിൻ്റെ ഇടയിൽ നോക്കിയപ്പോൾ തക്കാളി ഉണ്ടായില്ല ഗൈസ്. ഇവിടെ എനിക്ക് ആ കൊട്ടും ഇഷ്ടമല്ലാത്ത, അതുപോലെ പെട്ടെന്ന് ദേഷ്യം തന്നെ ഒരു കാര്യമാണ് കടയിൽ പോകാൻ പറയല്. പക്ഷെ ഇന്നിപ്പോൾ ഓക്കെയാണ് കേട്ടോ. മെയിനായിട്ട് എനിക്ക് ഇതിന് തൊട്ട് മുമ്പ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഞാൻ അപ്പോഴൊന്നും പറയൂല, തിരിച്ച് വീട്ടിൽ കയറി കഴിയുമ്പോഴായിരിക്കും എനിക്കിതൊക്കെ ഓർമ്മ വന്നത്. ഇനി ബാക്ക് ടു നമ്മുടെ ചിക്കൻ കറി. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 തക്കാളി, അല്ല പഴുത്ത തക്കാളി പേസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് അരിയൊക്കെ അളന്നെടുത്ത് കഴുകി കൊണ്ടുവരട്ടെ കേട്ടോ. അപ്പോൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കനും അത്യാവശ്യം പൊരിച്ചൊക്കെ കഴിഞ്ഞ്. ഇപ്പോൾ ധരിക്കാതെ കഴിക്കണ പോലെ ഇപ്പോൾ മോനുണ്ടായെങ്കിൽ അവനും കമ്പനിക്ക് കൂടിയാനായിരുന്നു. അപ്പോൾ നെയ്ച്ചോറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞാൻ പപ്പടമൊക്കെ പൊരിച്ചെടുക്കട്ടെ. ഈ ടൈമിലൊക്കെ ധരിക്കാതെ പറയുന്നുണ്ട്, എല്ലാ ദിവസവും ഇങ്ങനെ കറണ്ട് പോയെങ്കിൽ വീട്ടിലെ പണിയൊക്കെ എത്രയോ എളുപ്പത്തിൽ കഴിഞ്ഞായിരുന്നെന്ന്. സത്യമാണ് കേട്ടോ. എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നുണ്ട്. പെട്ടെന്ന് എല്ലാം കഴിഞ്ഞ പോലെ തോന്നി. മറ്റത് ഞാൻ മടി പിടിച്ച് അവിടെ ഇരിക്കും, കുറേ നേരം TV കണ്ടിരിക്കും. എല്ലാം കഴിയുമ്പോഴായിരിക്കും ഉച്ചക്കത്തെ പണിക്ക് വേണ്ടി കയറണത്. ഇത് ചിക്കൻ കറിയിലെ ലാസ്റ്റത്തെ ഒരു പൊടിക്കൈയാണ് കേട്ടോ. ഒരു ഏലക്ക, ഒരു 3-4 കുരുമുളക് പൊടി പൊടിച്ചിട്ടിട്ട് കുറച്ച് വേപ്പിലയിട്ട് അടിച്ചു വെക്കും. ഇനി ലാസ്റ്റുള്ള പണിയാണ് കച്ചമ്പർ ഉണ്ടാക്കൽ. അതിന് വേണ്ടിയിട്ട് ഒരു 2 സവാള, തക്കാളി, കുക്കുംബർ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ചില സമയത്ത് എനിക്ക് പൂതി വരുമ്പോൾ ഞാൻ തന്നെ അറിയോ, ഈ സാലഡിൽ ആപ്പിളും മുളകിന് പകരം കുറച്ച് പെപ്പറൊക്കെ ആഡ് ചെയ്യും. പക്ഷെ ഇവിടെ മക്കൾക്കും ശരിക്കും ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല. എല്ലാവരും ശ്രദ്ധിച്ചാന്നറിയില്ല, വീഡിയോ എടുക്കണ മിക്ക ദിവസങ്ങളിലും നമ്മുടെ വീട്ടിൽ നാസ്ത പുട്ടായിരിക്കും. ഞാൻ ധരിക്കാനോട് പറഞ്ഞത് എന്തൊരു കഷ്ടമാണ് ഇരിക്കാന്ന്. അപ്പോൾ എല്ലാവരും അടിപൊളി നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, അതുപോലെ റാത്തായിട്ട് ഫുഡൊക്കെ കഴിക്കുക. ഓക്കെ, ബൈ.